ശ്രീ അനിൽ വിളയിൽ, ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും മാത്രം സ്വർണമല്ല, മറ്റ് പലതും കവർന്നിരിക്കാം എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് കട്ടിളയ്ക്ക് മുകളിലുള്ള ശ്രീകോവിലിൻ്റെ കട്ടിളപ്പാളിക്ക് മുകളിലുള്ള ദശാവതാരത്തിൻ്റെ രൂപങ്ങൾ, അതോടൊപ്പം തന്നെ ശിവവ്യാളി രൂപങ്ങളിലെ സ്വർണം, ഇവയൊക്കെ സ്വർണം വേർതിരിച്ചെടുത്തിരിക്കാം, കവർന്നിരിക്കാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് എത്തുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എന്നതിൽ ഉപരി ഇതിന് മറ്റൊരു വില കൂടിയുണ്ട്, മൂല്യം കൂടിയുണ്ട്. അത് ഇവർ ഏത് രീതിയിലാണ് കച്ചവടമാക്കിയത് എന്നുള്ളതും അറിയാം. എന്തായാലും SITയുടെ ഒരു അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ VSSCയിൽ ഈ സ്വർണത്തിൻ്റെ മൂല്യം സംബന്ധിച്ച് അത് അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ വിലയിരുത്തൽ, സ്വർണം യഥാർത്ഥ സ്വർണം തന്നെയാണോ എന്നുള്ള രാസപരിശോധന പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടി റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിന്മേലൊരു വസ്തുത വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഒരു ഭാഗത്ത് ആ രീതിയിലുള്ള അന്വേഷണം നടക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കണ്ടതാണ് ഇന്നും മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണം കോൺഗ്രസിനെതിരെയാണ്. വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ സർക്കാരും CPM-ഉം ശ്രമിക്കുന്നുണ്ട്. താൻ അന്നത്തെ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ മാത്രമാണ് തന്നെ വിളിച്ചത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്. പക്ഷേ പത്മകുമാറിന്റെ മൊഴി ഏതു രീതിയിലാണ് കടകംപള്ളിയിലേക്ക് നയിച്ചത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള ഓരോ ദിവസവും പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ വ്യാപ്തി ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ദേവസ്വം മന്ത്രിയിൽ നിന്ന് കൂടുതൽ ഉന്നതരിലേക്ക്, സർക്കാർ തലത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? ആദ്യമേ ജനം TVയോട് അഭിനന്ദനം പറയേണ്ടതുണ്ട്. കാരണം ഈ പ്രഭാമണ്ഡലത്തിലെ സ്വർണം മോഷണം പോയ വിവരം ആദ്യം പൊതുസമൂഹത്തെ അറിയിച്ച ജനം TV തന്നെയാണ്. നവംബർ മാസം 13-ാം തീയതി ജനം TV ആണത് പുറത്തു കൊണ്ടത്. ഇനിയും ചോദ്യത്തിലേക്ക് വരാം. ഈ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ആ ആരോപണം സോണിയാഗാന്ധിയുടെ മണ്ടയ്ക്ക് വെക്കുകയും ആ ചോദ്യം VD സതീശനോട് ചോദിക്കുമ്പോൾ CPM നേതൃത്വത്തിന്റെ മണ്ടയ്ക്ക് വെക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സ്ഥിരമായി കാണുന്നത്. ഈ ശബരിമല കൊള്ളയുടെ പിന്നിൽ ഇന്ത്യ മുന്നണി അഥവാ ഇന്ത്യ മുന്നണി തന്നെയാണ് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഈ രണ്ട് കൂട്ടർക്കും വ്യക്തമായി, എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിക്കകത്ത് രണ്ട് കൂട്ടരുമുണ്ട്, CPM ഉണ്ട്, കോൺഗ്രസും ഉണ്ട്, AIADMK ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ഒരു കൂട്ടുകെട്ടാണ് ശബരിമലയുടെ കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ക്വസ്റ്റ്യൻ ചെയ്തത്. പക്ഷെ ആ വാർത്ത കേരളത്തിലെ ഇത്ര ജാഗരൂകരായിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും ആ വാർത്ത കിട്ടിയത് മിനിഞ്ഞാന്ന് മാത്രമാണ്. എത്ര ദിവസങ്ങൾ കഴിഞ്ഞു? അപ്പോൾ എന്താണ് ഇത്? വളരെ കൃത്യമായ രീതിയിൽ SITയെ പോലും സ്വാധീനിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് ഈ അന്വേഷണം പോലും മൂടിവെക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. ഈ ഇന്ത്യ മുന്നണിയെ പറ്റി ഞാൻ പറയാൻ കാര്യം, നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട നാൾവഴികൾ പരിശോധിക്കുമ്പോൾ 2019 ഇതിന്റെ ആദ്യത്തെ മോഷണം നടന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ആ സമയത്തും അതിന് തൊട്ടു മുമ്പും, എന്ന് വെച്ചാല് ഈ സ്വർണ്ണക്കൊള്ളയുടെ തൊട്ടു മുമ്പും അതിനുശേഷവും കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള വിദേശ യാത്രകളെ പറ്റി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. ഇത് ഒരു മോഷ്ടിച്ച ദിവസമല്ലല്ലോ ഇതിനെപ്പറ്റി ആലോചന വരുന്നത്. കുറെ നാള് നീണ്ടു നിൽക്കുന്ന ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മോഷണം നടന്നത്. 2018 അദ്ദേഹം സന്ദർശിച്ച രാജ്യങ്ങളുണ്ട്. 2018 മാർച്ചിൽ അദ്ദേഹം ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലും അദ്ദേഹം സന്ദർശനം നടത്തി. 2018 ഏപ്രിൽ UAE, അതിനുശേഷം 2019 തന്നെ ഫെബ്രുവരി, ഏപ്രിൽ, മെയ് തുടങ്ങി എല്ലാ മാസങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ ഒരു ദേവസ്വം മന്ത്രി എന്തിനാണ് UAE പോലുള്ള രാജ്യം സന്ദർശിച്ചത്? അദ്ദേഹത്തിന്റെ വകുപ്പ് നമുക്കറിയാമല്ലോ. ദേവസ്വം പോലെയുള്ളൊരു വകുപ്പാണ്. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും മേടിച്ചുകൊണ്ട് വരേണ്ട ഒരു വകുപ്പിന്റെ ഭരണാധികാരി ആയിരുന്നില്ല ഈ കടകംപള്ളി സുരേന്ദ്രൻ. ഇതിന്റെ ഇന്ത്യ മുന്നണി സഖ്യമെന്ന് പറയാൻ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഏറെ ദിവസമായി സോണിയാഗാന്ധി, ഇന്ത്യയിലെ ഭാരതത്തിലെ രാഷ്ട്രീയ രംഗത്തുള്ള ഏറ്റവും തലയെടുപ്പുള്ള ഒരു സ്ത്രീയാണല്ലോ സോണിയാഗാന്ധി. സോണിയാഗാന്ധിയോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന നിസ്സാരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആരാണ്? ശബരിമലയിലെ ഒരു ഉൾക്കഴകം അല്ലെ കീഴ്ശാന്തിയുടെ സഹായിയായി വന്ന ഒരു വ്യക്തി. പത്നി സമേതനായിട്ട് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ വ്യക്തിത്വമായിട്ടുള്ള സോണിയാഗാന്ധിയെ സന്ദർശിച്ചത്? ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത്? ഈ അടൂർ പ്രകാശ് ഉണ്ട്, ആന്റോ ആന്റണി ഉണ്ട്, തുടങ്ങിയ കോൺഗ്രസിലെ കേരളത്തിൽ നിന്ന് ശബരിമലയുമായി കണക്ഷൻ ഉള്ള സ്ഥലത്തെ രണ്ടുപേരാണ് ഇവര്. ഒരാൾ ശബരിമല രണ്ടുപേരും പത്തനംതിട്ട ജില്ല, ഒരാൾ പത്തനംതിട്ടയിലെ MP-യും ഒരാൾ പത്തനംതിട്ട ജില്ലക്കാരനായ UDF കൺവീനറുമാണ്. ഈ രണ്ട് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ചിത്രം എടുക്കുന്നത്? ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം ശ്രീമതി രോഹിണി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോണിയാഗാന്ധിയെ പറ്റി പറയുമ്പോൾ
അവരുടെ ഇറ്റലിയിലെ ബന്ധങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ സുബ്രഹ്മണ്യൻ പോറ്റി ഡൽഹി ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു. ഈ സോണിയാഗാന്ധിയുടെ ബന്ധങ്ങൾ അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെ പറ്റി അന്വേഷണം നടത്തണമെന്ന്. അവരുടെ മാതാവായിട്ടുള്ള പൗലോ മെയ്നോയും അവരുടെ സഹോദരിയായിട്ടുള്ള അനുസ്ക വിൻസിയും ഇറ്റലിയിലെ റിബോൾട്ട എന്ന സ്ഥലത്തെ എറ്റിനിക്ക എന്ന പ്രദേശത്തും അതുപോലെ തന്നെ ഒർബാസാനോ എന്ന സ്ഥലത്തെ ഗാൻഡ് പാറ്റി എന്ന സ്ഥലത്തും അവർ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നറിയാവോ? ഈ ആന്റിക് വസ്തുക്കളുടെ വിൽപ്പനയാണ് അവർ പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിസിനസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ സോണിയാഗാന്ധിയെ കണ്ടതിന് പിന്നിൽ ഈ ബന്ധം ഇറ്റലിയിലേക്കും പോയിട്ടുണ്ട്. സോണിയയുടെ കുടുംബവുമായി ഇതിന്റെ ബന്ധമുണ്ട് എന്ന് സംശയിച്ചാൽ, സാധാരണക്കാരനായ ഒരു വ്യക്തി സംശയിച്ചാൽ അതിന് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബന്ധങ്ങളെ പറ്റി കൂടി അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുക്കണം. നമ്മൾ ശ്രദ്ധിക്കുക, ഇനി അറസ്റ്റ് ചെയ്യാനിരിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് മെമ്പർ ഉണ്ടല്ലോ, KP ശങ്കർദാസ്. KP ശങ്കർദാസ് ഏത് രാഷ്ട്രീയക്കാരനായിരുന്നു രോഹിണിക്ക് അറിയാമോ? KP ശങ്കർദാസിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം AIDMKയുടെ കേരള ഘടകത്തിന്റെ ചുമതലക്കാരനായിട്ടാണ് അദ്ദേഹം ആദ്യമായി രാഷ്ട്രീയത്തിൽ വന്നത്. ഇന്നത്തെ തമിഴ്നാട് ബന്ധങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ചെന്നൈ സ്വദേശികളായിട്ടുള്ള തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള D മണി, ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ വ്യക്തികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇവര് ശുദ്ധ സ്വർണ്ണക്കടത്തിന്റെ വ്യക്താക്കളാണ്. ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇറിഡിയം തട്ടിപ്പ് കേസിലെ തമിഴ്നാട്ടിലെ പ്രതിയാണ്. ഇങ്ങനെ അതുപോലെ തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ പത്മകുമാർ, ഇപ്പൊ അകത്ത് കിടക്കുന്ന വാസു, ഇനി അറസ്റ്റ് ചെയ്യാൻ പോകേണ്ട KP ശങ്കർദാസ് തുടങ്ങിയവര് CPM CPIയുടെ നേതാക്കന്മാരാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ദേവസ്വം ബോർഡിന്റെ മുൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള വ്യക്തികളെല്ലാം CITയുടെ നേതാക്കന്മാരാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ചിത്രങ്ങളെല്ലാം കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇത് ഇന്ത്യ മുന്നണി തന്നെയാണ് ഈ മോഷണത്തിലെ പ്രധാന ചാലക ശക്തി എന്ന് എല്ലാവരും ഇത് വീതം വെച്ചെടുത്തിട്ടുണ്ട്. സോണിയാഗാന്ധിയിൽ തുടങ്ങി പിണറായി വിജയന്, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന്, പത്മകുമാർ, വാസു, വിജയകുമാർ, ശങ്കർദാസ്, ഈ DMK നേതാക്കളായിരുന്ന വ്യക്തികൾ, ശ്രീകൃഷ്ണന്, D മണി, ബാലമുരുകൻ തുടങ്ങി ഗോവർദ്ധൻ തുടങ്ങി സർവ്വ വ്യക്തികളൂടെ ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണി തന്നെയാണ് ഈ കൊള്ളയുടെ പിന്നിലുള്ളത്. ശബരിമലയെ പറ്റി പരിശോധിക്കുമ്പോൾ ശബരിമലയിലെ വിഗ്രഹത്തിനെ പറ്റി സെൻകുമാർ സാദ് സൂചിപ്പിക്കുകയുണ്ടായി. ആ ശബരിമലയിലെ കക്കൂസു മാലിന്യം ഒഴികെയുള്ള സർവ്വ വസ്തുക്കളും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു ഗൂഢ സംഘമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ കേസിനെ പറ്റിയുള്ള അന്വേഷണം കൃത്യമായിട്ടും ഭംഗിയായിട്ടും നടപ്പാക്കേണ്ടത് CBI പോലുള്ള ഒരു ഏജൻസിയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് CBIക്ക് മാത്രമേ ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് മുഖ്യമന്ത്രിയുടെ സമ്മേളനത്തിൽ പറഞ്ഞത് CBIയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. വൈകുന്നേരം മുഖ്യമന്ത്രി അത് വ്യക്തമാക്കുകയുണ്ടായി. വീണ്ടും കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴും ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതെ, അതാണ് ഇത് ഒത്തുതീർപ്പിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഞാൻ എന്തുകൊണ്ട് ചോദിക്കട്ടെ, ഈ കേസിലെ ആരോപണ വിധേയരായിട്ടുള്ള മിക്ക വ്യക്തികളെയും SIT അന്വേഷണത്തിന്റെ ഭാഗമായി വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിക്ക് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് അവരെ വിളിപ്പിച്ച്? എന്ത് സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി വന്നത്? എന്തിനാണ്? എന്തായിരുന്നു അദ്ദേഹവുമായി ചർച്ച ചെയ്തത്? അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ലക്ഷ്യം എന്തായിരുന്നു? അടൂർ പ്രകാശിന്റെ സാന്നിധ്യം അവിടെ എങ്ങനെ ഉണ്ടായി? ആന്റണിയുടെ സാന്നിധ്യം എങ്ങനെ ഉണ്ടായി? തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ സോണിയാഗാന്ധിയോട് ചോദിക്കണം. ഇത് അവസാനം ഇന്ത്യ മുന്നണി ആയതുകൊണ്ട് ഈ കേസ് തേച്ചു മായ്ച്ച് കളയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം CPM-കാരായിട്ടുള്ളവരെ രക്ഷിക്കണം, കോൺഗ്രസ്സുകാരായിട്ടുള്ള വ്യക്തികളെ രക്ഷിക്കണം, AIDMK-കാരായിട്ടുള്ള വ്യക്തികളെ രക്ഷിക്കണം, DMK-കാരായിട്ടുള്ള വ്യക്തികളെ രക്ഷിക്കണം. ഈ ഒരു ഹിഡൻ അജണ്ട ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി CBIയുടെ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ SITയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം മന്ദഗതിയിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഹൈക്കോടതി വടിയെടുത്ത് വീശുമ്പോൾ മാത്രം ആരെയെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിക്കും, ആരെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യുമെന്ന രീതിയിലാണ്. ഈ താമസം, ഈ മന്ദത, ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. നിസ്സാരമായിട്ട് ഇതിനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അന്വേഷണത്തെ തേച്ചു മായ്ച്ചു കളയും. ഇന്നലെ തന്നെ SITയിൽ ഉൾപ്പെടുത്തിയ 2 അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. അവർ CPM-ന്റെ കാല് പിടിക്കുന്ന രാഷ്ട്രീയക്കാരുടെ കാല് പിടിക്കുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരാണ്. എന്തുകൊണ്ടാണ് വെങ്കടേഷ് അതിനകത്ത് ഒരാളോട് ചുമതല ഏക്കണ്ട എന്ന് പറഞ്ഞത്? മറ്റേ വ്യക്തി സമാന സാഹചര്യം ഉള്ളവർ തന്നെയാണ്. SITയിലെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ കടലിലും ചെകുത്താനും ഇടയ്ക്കാണ്. കടൽ എന്ന് പറയുന്നത് ഈ ഹൈക്കോടതിയാണ്. നമ്മൾ മനസ്സിലാക്കണം.
ആ ചെകുത്താൻ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പാണ് ഇവരുമായി ബന്ധപ്പെട്ട സർവ്വരേഖകളും തയ്യാറാക്കേണ്ടത്. ഇവർക്ക് പ്രമോഷൻ കൊടുക്കണോ, എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിനെ പേടിച്ചു നിൽക്കുമ്പോൾ ഹൈക്കോടതി ഏത് നിലപാടെടുക്കുമെന്നുള്ള പേടിയിൽ ഒരു വശത്ത്. അതുകൊണ്ട് ഇതൊരു ഇന്ത്യ മുന്നണിയാണ്. ശബരിമലയിലെ കക്കൂസ് മാലിന്യം ഒഴികെയുള്ള സർവ്വ സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ഇന്ത്യ മുന്നണി സഖ്യമാണ് ഈ കേസിലെ പ്രധാന വ്യക്തികൾ. അതുകൊണ്ടാണ് ഈ കേസ് CBIയിലേക്ക് പോകരുതെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ എന്താ അനങ്ങാതിരിക്കുന്നത്? വളരെ ആവേശം മൂത്ത് പന്തളം സ്വദേശിയായ ഒരു വ്യവസായ പ്രമുഖനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചല്ലോ. ആ മൊഴി കൊടുത്തതിന് ശേഷമാണല്ലോ ഇത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷനൊക്കെ വന്നതിന് ശേഷം രമേശ് ചെന്നിത്തല കഴിഞ്ഞ 2-3 ദിവസമായി ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും പറയുന്നില്ല. ഇത് കൃത്യമായി അയ്യപ്പ ഭഗവാൻ ഇതിന്റെ അന്വേഷണം കൃത്യമായ സ്ഥാനത്തേക്ക് എത്തിക്കും. കൃത്യമായ അറസ്റ്റ് ഉണ്ടാകും. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കൊള്ള സംഘത്തിനെ ഈ കേസോടുകൂടി കേരളത്തിലെ ജനങ്ങള്, ഭാരതത്തിലെ അയ്യപ്പ ഭക്തന്മാര് വഴിനീള ചൂലെടുത്ത് തല്ലുന്ന ഒരു കാലഘട്ടം സൃഷ്ടിക്കും.